നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കും മാതാവ് പ്രേമകുമാരിക്കും ഇടയിൽ ഇനി ദൂരം 400 കിലോമീറ്റർ മാത്രം. 12 വർഷത്തിനു ശേഷം മകളെ കാണാമെന്ന പ്രതീക്ഷയിൽ പ്രേമകുമാരി യമനിലെ ഏദനിലെത്തി. മോചനദ്രവ്യമെന്ന ഉപാധി ചർച്ചയിൽ ഇല്ലെന്നും മാപ്പ് അപേക്ഷിക്കാനാണ് യമനിലെത്തിയതെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് പ്രേമകുമാരിയും സാമുവൽ ജെറോമും യമനിലെ ഏദനിലെത്തിയത്. നിമിഷപ്രിയയെ പാർപ്പിച്ചിട്ടുള്ള ജയിൽ സ്ഥിതി ചെയ്യുന്ന സനയിലേക്ക് ഏദനിൽ നിന്ന് റോഡ് മാർഗം 400 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2 ദിവസത്തിനകം പ്രേമകുമാരിക്ക് നിമിഷപ്രിയയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ ആരോടും സംസാരിച്ചില്ല, കാരണം എനിക്കിവിടെ ഭാഷ പ്രോബ്ലം ഉണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് പണം നൽകുന്ന കാര്യം ഇപ്പോൾ ചർച്ചയിലില്ലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം വ്യക്തമാക്കി. മാപ്പ് അപേക്ഷിക്കാനാണ് സന്ദർശനം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നേരിട്ട് ചർച്ചയില്ല. പ്രതിനിധികളും അഭിഭാഷകരുമാണ് കൂടിക്കാഴ്ചയ്ക്കുണ്ടാവുക. ഗോത്രത്തലവന്മാരുമായും കൂടിക്കാഴ്ച നടത്തും. സഹായത്തിന് മറ്റു മലയാളികളുണ്ടെന്നും സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. We are going to ask for forgiveness. We are still in a place called Aden and we have to reach Sana. So tomorrow evening from Aden we will be going to Sana. There is nothing that we will directly go and meet that family. People have to understand this. And there is nothing called blood money negotiation. 2012-ലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്കെത്തിയത്. യമൻ പൗരൻ തലാൽ അബ്ദു മെഹദി 2017-ൽ കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷ. നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് 24. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിച്ച ജനകീയ കൂട്ടായ്മ രക്ഷാധികാരിയും 24 ചെയർമാനുമായ ആലുങ്കൽ മുഹമ്മദിന് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ ആദരം. ഫോറത്തിന്റെ വാർഷിക സംഗമത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. പണം സ്വരൂപിക്കാൻ കഴിഞ്ഞത് മലയാളികളുടെ ഒത്തൊരുമയുടെ വിജയമാണെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ചാണ് ഇൻമ 24 എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച 24 ചാനലിനെ അഭിനന്ദിച്ച SKPF 24 ചെയർമാൻ കൂടിയായ ആലുങ്കൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. മലയാളികളുടെ ഒത്തൊരുമയുടെ വിജയമാണ് ഇതെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. ഇതിനുവേണ്ടി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ റിയാദിലും വഴിയോടൊക്കെ ഉണ്ട്. എനിക്ക് അവസാനം കിട്ടിയത് ഒരു അവസരം വന്ന് വീണതാണ്. ഞങ്ങളുടെ 24-ന്റെ MD ശ്രീകണ്ഠൻ നായരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്. 24 കണക്കിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളെ എങ്ങനെ നമ്മൾ ഈ വിവരം ഒന്ന് അറിയിക്കാൻ കഴിയും? തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാവും. വെറും 16 ദിവസമാണ് അന്ന് ബാക്കിയുള്ളത്. ഈ 16 ദിവസം കൊണ്ട് നമുക്കത് കഴിയണം എന്ന് പറഞ്ഞാണ് തുടങ്ങി വെച്ചത്. ശ്രീകണ്ഠൻ നായർ ഓരോ ന്യൂസ് ബുള്ളറ്റിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവസം 3, 4, 5 പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മലയാളികൾ അതിനെ ഏറ്റെടുത്തു. റഹീമിനെ മോചിപ്പിക്കാനുള്ള ഫണ്ട് സമാഹരണത്തിൽ സഹകരിച്ച ഫാർമസി ഫോറം ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളെയും വ്യക്തികളെയും ആലുങ്കൽ മുഹമ്മദ് അഭിനന്ദിച്ചു. VP അലി മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. VP ഷറഫുദ്ദീൻ, മൊയ്തീൻ ചമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് പ്രസിഡന്റായി സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷിഹാബുദ്ദീൻ കുളാപ്പറമ്പിൽ ജനറൽ സെക്രട്ടറിയും റിയാസ് CP ട്രഷററുമാണ്. ഫോറത്തിന്റെ ഔദ്യോഗിക ബുള്ളറ്റിൻ ദ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ അഹമ്മദ് ജമാൽ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ടേമിലെ പ്രവർത്തന മികവിന് ദമാം മേഖലയെ ആദരിച്ചു. യഹിയ കാട്ടുകണ്ടത്തലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഷിഹാബുദ്ദീൻ കുളാപ്പറമ്പിൽ സ്വാഗതവും ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് നന്ദിയും പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പിന്തുണയുമായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായിൽ ഈ മാസത്തെ ശമ്പളം നേരത്തെ നൽകാൻ ഷെയ്ഖ് ഹംദാൻ നിർദ്ദേശം നൽകി. ഷാർജയിൽ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് നീക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. മഴക്കെടുതിയിൽ നിന്ന് അതിവേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് UAE.
റോഡുകളിൽ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായിൽ നാളെയും ഓൺലൈൻ പഠനം തുടരാമെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. സ്കൂളുകൾ, നഴ്സറികൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാമെന്നും അധികൃതർ വിശദീകരിച്ചു. ഷാർജയിലും നാളെ ഓൺലൈനായി ക്ലാസുകൾ നടക്കും. അതേസമയം ദുരിതാശ്വാസ നടപടികളുടെ പുരോഗതി വിലയിരുത്തി എല്ലാ താമസക്കാർക്കും ആവശ്യമായ സഹായവും പിന്തുണയും നൽകുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. സർക്കാർ ജീവനക്കാർ, സൈനികർ, വിമുക്ത ഭടന്മാർ, സാമൂഹ്യ സുരക്ഷാ സ്കീമിലുള്ളവർ എന്നിവർക്ക് വേതനം നേരത്തെ ലഭിക്കും. ഏപ്രിൽ 23-ന് ശമ്പളം നൽകാനാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് നിർദ്ദേശം നൽകിയത്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അതിവേഗം സാധാരണ നിലയിലാകുമെന്നും അധികൃതർ അറിയിച്ചു. വിമാനത്താവളങ്ങളിൽപ്പെട്ട ബാഗേജുകൾ നൽകാൻ ദുബായിൽ പ്രത്യേക കർമ്മസേനയെ നിയോഗിച്ചു. 30,000 ബാഗേജുകളാണ് ഇത്തരത്തിലുള്ളത്. കനത്ത മഴയെ തുടർന്ന് ഷാർജയിലുണ്ടായ വെള്ളക്കെട്ട് പൂർണ്ണമായി നീക്കിയിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ടാങ്കറുകൾ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കുന്നത് പുരോഗമിക്കുകയാണ്. അതേസമയം ചൊവ്വാഴ്ച രാജ്യത്ത് വീണ്ടും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എന്നാൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. UAE-യിൽ മഴക്കെടുതി അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാൻ മുന്നിട്ടിറങ്ങി മലയാളികൾ. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനം. ദുബായിൽ നിന്നും അരുൺ പറട്ട തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UAE-യിൽ 75 വർഷത്തിനിടെ കണ്ട ഏറ്റവും വലിയ പേമാരിയുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാനായി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വലിയ തോതിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജ ഉൾപ്പെടെയുള്ള പ്രവർത്തന സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് നീക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ദുബായിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ UAE അതിൻ്റെ താളം വീണ്ടെടുക്കാനുള്ള സകല ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഭക്ഷണം ആവശ്യമുള്ളവർക്ക്, മരുന്ന് ആവശ്യമുള്ളവർക്ക് മലയാളികളുടെ നേതൃത്വത്തിൽ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നടപടികൾ UAE-യുടെ വിവിധ ഇടങ്ങളിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോഴുള്ള ദുബായ് ഇവിടെയുള്ള ഈ അല്ലവീർ മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് ഭക്ഷണ സാധനങ്ങളെല്ലാം ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഇത് വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു മഴക്കെടുതിയിൽ വരുന്ന നാശനഷ്ടങ്ങളും ആൾക്കാരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുട്ടികളും സ്ത്രീകളും എല്ലാവരും വളരെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് WMF വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ WF എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഘടന 165 രാജ്യങ്ങളിൽ വ്യാപിച്ചിരുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ UAE-യിലെ സന്നദ്ധ പ്രവർത്തകരായ അബു ഷാഹരി നമ്മൾ ഇന്നലെ കുറേ കുക്ക്ഡ് ഫുഡ് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് അവിടെ കുക്ക്ഡ് ഫുഡിനേക്കാളും ഉപരി അവർക്ക് വെച്ച് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പല ബില്ലിങ്ങളും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ് അത് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തിക്കുകയാണ്. അത് എത്തിക്കുമ്പോൾ അവർക്കത് മിനിമം ഒരു 15 ദിവസമെങ്കിലും ഈ അരിയും സാധനങ്ങളും ഗ്രോസറി ഐറ്റംസും അവർക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഏത് ഭാഗത്തേക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് എത്തിക്കുന്നത്? ഇന്നലെ എവിടേക്കായിരുന്നു നിങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നത്? ഇന്നലെ ഷാർജ മിനിയാന്ന് മുതൽ തുടങ്ങി. മിനിയാന്ന് നമ്മൾ ഉണ്ടായിരുന്നത് സത്വേലും സത്വേലും അതേപോലെ തന്നെ ദുബൈയുടെ മറ്റു ചില പ്രാന്തപ്രദേശങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഇന്നലെ നമ്മൾ ഷാർജ മൊവേല, ഷാർജ അബുഷാഹര അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കുക്ക്ഡ് ഫുഡും ഗ്രോസറി ഐറ്റംസും കൊടുത്തു. കുക്ക്ഡ് ഫുഡായിരുന്നു അപ്പോൾ ആവശ്യം. ഇന്നലത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഗ്രോസറി ഐറ്റംസ് നമുക്ക് അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാക്കി. ഇത് ഹെൽപ്പ് ഡെസ്ക് പ്രത്യേകം രൂപീകരിച്ചിട്ടാണോ ഇതിൻ്റെ സഹായങ്ങളായി ക്രോഡീകരിക്കുന്നതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഗ്ലോബൽ തലത്തിലുള്ള ഈ സംഘടന 165 രാജ്യങ്ങളിലെ മലയാളി ഫെഡറേഷൻ്റെ UAE-യിലെ നാഷണൽ കൗൺസിലിൻ്റെ പ്രഥമ ഒരു സംരംഭമാണിത്. ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിന്ന് തുടങ്ങുന്നുണ്ട് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഇത് ആകർഷിച്ചുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ ഗ്രൂപ്പിട്ട് വന്നിട്ടുണ്ട്. ലിങ്ക് അയച്ചു കൊടുക്കുകയും നിരവധി പേര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും തന്മൂലം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധനങ്ങളായിട്ടും ക്യാഷ് നമ്മൾ വാങ്ങിക്കുന്നില്ല, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സാധനം കൊടുക്കുന്നു, അവർ പർച്ചേസ് ചെയ്യുന്നു, സാധനം നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, നമ്മൾ ഡെലിവറി ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ സാധനങ്ങൾ ലോഡ് ചെയ്ത് നേരെ ഷാർജയ്ക്കാണ് പോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഭക്ഷണമാണ് കൊടുത്തത്. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഈ ഒരു കിറ്റിലുണ്ട്. മുമ്പ് വാറുണ്ടായപ്പോൾ സഹകരിച്ച പോലെ തന്നെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ WMF-ൻ്റെ ഗ്ലോബൽ കമ്മിറ്റിയുടെ സഹായവും ഇവിടുത്തെ UAE പോലീസിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അതാണ് പിന്നെ ഞങ്ങൾക്കൊരു പ്രചോദനം കൂടി ആയിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ UAE അധികാരികളുടെ സഹായത്തോടു കൂടിയാണ് UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ശേഖരിക്കുന്ന നടപടികൾ ഉൾപ്പെടെ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, മർക്കസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലും KMCC-യുടെ നേതൃത്വത്തിലും അത്തരത്തിൽ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സഹായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്, ക്രോഡീകരിക്കുന്നുണ്ട്, വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ദുബായിൽ നിന്നും അരുൺ പാറ, 24. സൗദിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ പ്രഖ്യാപിച്ച ഇളവ് ഓവർടേക്കിംഗ്, അമിതവേഗം തുടങ്ങിയവയ്ക്ക് ബാധകമല്ലെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. 25 മുതൽ 50% വരെ ഇളവാണ് ട്രാഫിക് പിഴകളിൽ അധികൃതർ പ്രഖ്യാപിച്ചത്.
ഏപ്രിൽ 18 മുമ്പുള്ള ട്രാഫിക് പിഴകൾക്ക് 50%വും ശേഷമുള്ള പിഴകൾക്ക് 25%വും ഇളവ് 6 മാസത്തേക്കാണ് സൗദി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ 18 മുമ്പ് പിഴ അടക്കണം എന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ പുതിയ ഇളവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം തീയതി ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. രാജകാരുണ്യം സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കുന്നവർക്കുണ്ടായ വണ്ടി ഓടിച്ചു വന്ന ഫൈന് പകുതിയായിട്ട് ഒരു പ്രാബല്യത്തിൽ വന്നു. പിന്നെ 8000 റിയാലായിരുന്നു ഇപ്പൊ എനിക്കുണ്ടായിരുന്നത്. 4000 റിയാലാണ് ഇന്ന് ഞാൻ അടക്കേണ്ടി വന്നത്. എന്നാൽ പൊതുസുരക്ഷയെ ബാധിക്കുന്ന പല നിയമലംഘനങ്ങൾക്കും ഇളവ് ലഭിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. വാഹനം ഓവർടേക്ക് ചെയ്യൽ, അമിത വേഗം എന്നിവ മൂലമുള്ള അപകടങ്ങളുടെ പിഴകൾക്ക് ഇളവ് ലഭിക്കില്ല. പീരിയോഡിക് ഇൻസ്പെക്ഷൻ അഥവാ ഫഹസുമായി ബന്ധപ്പെട്ട നിയമലംഘനം, ഡ്രിഫ്റ്റിംഗ്, ലൈസൻസ് ഇല്ലാതെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തൽ, വാഹനത്തിന്റെ ഭാരം, അളവ് എന്നിവയിലെ നിയമലംഘനം, വർക്ക്ഷോപ്പ്, വാഹന ഷോറൂം നിയമലംഘനങ്ങൾ, ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കൽ, ഡ്രൈവിംഗ് ലൈസൻസോ ഇസ്തിമാറയോ ഇല്ലാതെ വാഹനമോടിക്കൽ, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ, രാജ്യത്തിന് പുറത്ത് വാഹനങ്ങൾ വിൽക്കുന്നതും പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ, 120-140 വേഗപരിധിയുള്ള സ്ഥലങ്ങളിൽ 170 വേഗത്തിൽ വാഹനമോടിക്കൽ എന്നിവയ്ക്കുള്ള പിഴകൾക്കും ഇളവ് ലഭിക്കില്ല. സമയപരിധിക്കുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ നിയമലംഘകരെ തടവിലാക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ. 24 USA ഭൗമദിനാഘോഷങ്ങളുടെ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ 500 വൃക്ഷത്തൈകൾ നട്ട് വിദ്യാർത്ഥികൾ. സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായി നാഷ്വിൽ കേരള അസോസിയേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി 500 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് 24 USA സീ ടു സ്കൈ വിദ്യാർത്ഥികൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ടെന്നസിയിലെ നാഷ്വില്ലിലെ ബെൽവ്യൂ എഡിബിൾ ഗാർഡനിൽ 20ഓളം കുട്ടികളാണ് ഈ പ്രകൃതി സംരക്ഷണത്തിനായി അണിചേർന്നത്. കേരള അസോസിയേഷൻ ഓഫ് നാഷ്വില്ലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രോഗ്രാമിൽ കളകൾ പറിക്കുവാനും നിലം പരുവപ്പെടുത്തുവാനും വൃക്ഷത്തൈകൾ നടുവാനുമൊക്കെ വോളണ്ടിയേഴ്സ് കുട്ടികളെ സഹായിക്കുകയും ചെയ്തു. ഭൗമദിനത്തിന്റെ പ്രസക്തി, പരിസ്ഥിതി സംരക്ഷണം, മരം ഒരു വരമാണെന്നുള്ള സന്ദേശമൊക്കെ കുട്ടികളിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് സംഘാടകർ. പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സീ ടു സ്കൈ വോളണ്ടിയേഴ്സ് സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് കാൻ പ്രസിഡന്റ് ഷിബു പിള്ളയും യൂത്ത് ഫോറം ചെയർ ഷഹീന കോഴിശ്ശേരിയും അറിയിച്ചു. 24 USA. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഒരു കൂട്ടം ലോക സഞ്ചാരികളെത്തി. 100ലേറെ രാജ്യങ്ങൾ സന്ദർശിച്ച സൗദിയിൽ നിന്നുള്ള സംഘമാണെത്തിയത്. കേരളത്തിന്റെ പച്ചപ്പും പുഴയും കളരിയും നൽകിയ അനുഭവത്തെക്കുറിച്ച് ഇവർക്ക് പറയാൻ ഏറെയുണ്ട്. സൗദിയുടെ മണലാരണ്യത്തിൽ നിന്നും പച്ചപ്പ് തേടി കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ ലോക സഞ്ചാരികളാണിവർ. സൗദി ടൂറിസത്തിന്റെ ഔദ്യോഗിക ലോക സഞ്ചാരികൾ. Kingdom of Saudi Arabia and the India government. This is a long and old tight relation. കേരളത്തിന് അറബ് രാജ്യവുമായുള്ള പഴയ സൗഹൃദത്തിന്റെ തുടർച്ചയായുള്ള സാംസ്കാരിക കൈമാറ്റത്തിന്റെ ഭാഗമായാണ് ഇവരുടെ ഇന്ത്യൻ പര്യടനം. വ്യത്യസ്തതകൾ ഏറെയുണ്ട് ഈ ലോക സഞ്ചാരികൾക്ക്. ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കി ഒരുമിച്ചിരുന്നേ കഴിക്കൂ. കേരള പര്യടനത്തിലെ ഒരു ദിനം തുടങ്ങുന്നത് യോഗയിലാണ്. നമ്മുടെ കളരി കാണാൻ ഈ സൗദിക്കാർക്ക് ഏറെ പ്രിയമാണ്. Really, it's amazing and I recommend Kerala for everyone. ഇത് മദീനയിൽ നിന്നുള്ള ലോക സഞ്ചാരി ആതിബ് മദീന. 162 രാജ്യങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ذهبنا إلى وايناد منطقة الجبلية فيها هايكينج جميل. ലോകരാജ്യങ്ങൾ ഏറെ കണ്ടവരാണ് ഇവർ എല്ലാവരും. 81 country, India is 81. Along 30 years I travel all the world. കേരളത്തെക്കുറിച്ച് പറയാൻ ഇവർക്കേറെയുണ്ട്. വയനാടിന്റെ പച്ചപ്പാണ് ഇവർക്കേറെ ഇഷ്ടം. പിന്നെ മർക്കസ് നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദും ടൈഗ്രിസ് വാലിയുമെല്ലാം കണ്ടാസ്വദിച്ചാണ് മടക്കം. ഡൽഹിയിൽ പോയി തങ്ങളുടെ അംബാസഡറെ കണ്ടാണ് സൗദിയിലേക്കുള്ള മടക്കയാത്ര. ഇബിൻ ബത്തൂത്ത പറഞ്ഞതുപോലെ ഇവർ യാത്രയിലൂടെ ലോകത്തെ പഠിക്കുകയാണ്. ഒപ്പം 2 സൗഹൃദ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയം കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് ഇവർ. അറബ് നാടുകളുമായുള്ള നമ്മുടെ കേരളത്തിന്റെ ബന്ധം ചിരപുരാതനമാണ്.
എന്നാൽ ഇന്നും നിത്യനൂതനമായി അത് തുടരുന്നു ഊഷ്മളമായി. അതിന് തെളിവാണ് ലോകസഞ്ചാരികളായ ഒരു കൂട്ടം അറബ് നാട്ടുകാർ കേരളത്തിലെത്തിയത്. കേരളത്തെ കണ്ടാസ്വദിച്ച് അവർ പറയുന്നു ലോകം കേരളത്തിലേക്ക് വരണമെന്ന്. ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം, 24. തിരികെ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പിന്തുണ പ്രഖ്യാപിച്ച് യാക്കോബായ സഭ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തു. എബിൻ ജോസ് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. എബിൻ, LDFനാണ് യാക്കോബായ സഭയുടെ പിന്തുണ, എന്താണ് വിശദീകരണം? യാക്കോബായ സഭ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിലാണ് ഈ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെ സഹായിച്ചവർക്ക് തിരിച്ചു സഹായം നൽകണമെന്നാണ് വിശ്വാസികളോടുള്ള ആഹ്വാനം. അതായത് മുഖ്യമന്ത്രിയുടെ പാത്തലീസ് ബാവയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനത്തിലെ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് ഈ ആഹ്വാനം. അന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. ഇത് യാക്കോബായ സഭാ തർക്കങ്ങളിൽ വലിയ ആശ്വാസവാക്കായി എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കാലങ്ങളായി സഭ ഉന്നയിക്കുന്നതാണ് ചർച്ച് ബില്ല് നടപ്പിലാക്കണം, സഭാ തർക്കത്തിന് അവസാനം കാണുവാനായി ചർച്ച് ബില്ല് നടപ്പിലാക്കണമെന്ന്. ഇതിന്റെ പ്രാരംഭഘട്ട ചർച്ചകൾ സഭയുമായി സർക്കാർ നടത്തിയിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് യാക്കോബായ സഭ ഇപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, എബിൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ വിവാദത്തിലായതോടെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ അടിയന്തരമായി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് പിന്നിൽ പോലീസ് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ നടപടിയിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാനാണ് നിർദ്ദേശം. ഉയർന്ന പരാതികളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് വീഴ്ചയിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു. പൂരത്തിന്റെ ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആരോപിച്ചു. തൃശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ്. എന്താണ് തെക്കോട്ടിറക്കുന്ന അറിയില്ല, അവിടെ മഠത്തിൽ വരവിന്റെ പ്രത്യേകത എന്താണ്, അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. മനഃപൂർവ്വം ഇപ്പൊ കമ്മീഷണർ മാത്രമായി കുറ്റക്കാരൻ, സർക്കാരാണ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായി സർക്കാർ 2 മന്ത്രിമാർ ആ സ്പോട്ടിലുണ്ട് അവിടെ. എന്നിട്ടും ഈ കമ്മീഷണറാണോ ഈ 2 മന്ത്രിമാർക്കും മീതെയുള്ള ആളുകൾ? സിറ്റി പോലീസ് കമ്മീഷണർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നായിരുന്നു BJPയുടെ വിമർശനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ആവേശം അവസാന ലാപ്പിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with DuraShine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ UAE. MGM Group of Institutions. പത്തനംതിട്ടയിൽ 6 വർഷം മുൻപ് മരിച്ച വയോധികയുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ബൂത്ത് ലെവൽ ഓഫീസർക്കും കോൺഗ്രസ് വാർഡ് മെമ്പർക്കും എതിരെയാണ് കേസ്. സംഭവത്തിൽ പോളിംഗ് ഓഫീസർ അടക്കം 3 പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ആറന്മുള നിയോജകമണ്ഡലത്തിലെ മെഴുവേലി കാരിത്തോട്ടയിലാണ് 6 വർഷം മുൻപ് മരിച്ച വയോധികയുടെ പേരിൽ മരുമകൾ വോട്ട് ചെയ്തത്.
ബൂത്ത് ലെവൽ ഓഫീസർ അമ്പിളി, മെഴുവേലി പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് മെമ്പർ ശുഭാനന്ദൻ എന്നിവർ ചേർന്നാണ് കള്ളവോട്ടിന് ഗൂഢാലോചന നടത്തിയതെന്ന് LDF പരാതി നൽകി. 24 വാർത്തയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. വീഴ്ച സംഭവിച്ചതായി BLO മൊഴി നൽകി. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാ. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. 12D പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ. ഗുരുതരമായ വീഴ്ചയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയതോടെ 3 പേർക്ക് സസ്പെൻഷൻ. രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പിന്നാലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പഞ്ചായത്ത് അംഗം ശുഭാനന്ദൻ, BLO അമ്പിളി എന്നിവർക്കെതിരെയാണ് ഇലവുംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. S. ശ്യാംകുമാർ, 24, കൊച്ചി. പേരാവൂരിലും പയ്യന്നൂരിലും CPM കള്ളവോട്ട് ചെയ്തുവെന്ന UDF പരാതി തള്ളി ജില്ലാ കലക്ടർ. വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ പ്രായമായ ആളുടെ വോട്ട് ചെയ്തത് വോട്ടറും മകളും നിർദ്ദേശിച്ചയാളാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. തിരികെ വാർത്തകളിലേക്ക്. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മഹാറാലി. അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും കസേരകൾ ഒഴിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഒത്തുകൂടിയത്. BJPക്കെതിരെ രൂക്ഷ വിമർശനം വേദിയിൽ ഉയർന്നു. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക മാവോയിസ്റ്റിന് വിത്തി വിതയ്ക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് ഇന്ത്യ മുന്നണി റാഞ്ചിയിൽ റാലി സംഘടിപ്പിച്ചത്. ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും വേണ്ടി വേദിയിൽ കസേരകൾ ഒഴിച്ചിട്ടു. ഇരുവരുടെയും ഭാര്യമാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ച് ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് അയച്ച സന്ദേശം ഭാര്യ കൽപ്പന സോറൻ വായിച്ചു. कोई बात नहीं, मुझे आज जेल में रहते हुए भी खुशी हो रही है कि जिस लोकतंत्र की रक्षा और हक अधिकार की लड़ाई को हम लड़ रहे हैं. ജയിലിൽ കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സുനിത കെജ്രിവാൾ ആരോപിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 102 മണ്ഡലങ്ങളിൽ 80-ലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മോദി സർക്കാരിനെ സന്തോഷത്തോടെ മടക്കി അയക്കാൻ തയ്യാറെടുക്കൂ എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആഹ്വാനം ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ റാലിയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി എത്തിയില്ല. കേരളത്തിലായതിനാൽ റാലിയിൽ പങ്കെടുക്കാനാകില്ലെന്നറിയിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൽപ്പന സോറിന് കത്തയച്ചിരുന്നു. ജാർഖണ്ഡിലെ ഒരു സീറ്റിൽ CPIM സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. രാജസ്ഥാനിലെ പ്രചാരണ റാലികളിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിച്ചു. आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है को उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. പണ്ട് 400-ലേറെ സീറ്റ് നേടിയ കോൺഗ്രസിന് ഇന്ന് 300 സീറ്റിൽ മത്സരിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് നരേന്ദ്രമോദിയുടെ പരിഹാസം. 24 ഡൽഹി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.